പൂരങ്ങളുടെ നാട്ടിലെ കലാപൂരത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. മികച്ച പ്രതികരണമാണ് ഓരോ വേദികളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കലാ ആസ്വാദകരുടെ ഒരു വരവും നമുക്ക് എല്ലാ വേദികളിലും കാണാൻ സാധിക്കും. തൃശ്ശൂർ ടൗൺ ഹാളിലുള്ള 4ാം വേദി പവിഴമല്ലിയിലാണ്. ഇവിടെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രി മത്സരം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു. ആ മിമിക്രി മത്സരത്തിൽ വ്യത്യസ്തയായ ഒരു കൊച്ചുമിടുക്കിയുണ്ട്. രക്ഷിതാക്കൾ പഠിപ്പിച്ച് വേദിയിലേക്ക് എത്തിച്ച്, മാത്രമല്ല ഇരട്ടി മധുരം കൂടിയാണ്. 3ാം തവണയാണ് ഇഷ മെഹറിൻ എന്ന് പറയുന്ന നമ്മുടെ ആ കൊച്ചുമിടുക്കി സംസ്ഥാന തലത്തിൽ മിമിക്രി വേദിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇത്തവണ ഇരട്ടി സന്തോഷത്തിലാണ് അല്ലേ? ട്രിപ്പിൾ അടിച്ചിരിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ വന്നു, 9ൽ വന്നു, ഇപ്പോൾ 10th അപ്പോൾ ഇത്തവണ വേദിയിൽ എന്തായിരുന്നു വിഷയം? നമ്മൾ മിമിക്രി വേദിയിൽ എന്തായിരുന്നു വിഷയം അവതരിപ്പിച്ചത്? ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് ചെയ്തത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക്. യുദ്ധം സർവവിനാശം. تصطبر الحرب في غزة وأوكرانيا مما يدلي السكت والدمان والدهار والمون. പിതാവ് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്നതും അത് സെയിം വീട്ടിൽ ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. മക്കൾ രണ്ടുപേരും ചെറുപ്പത്തിലേ ഇത് കണ്ടിട്ടാണല്ലോ വളരുന്നത്. മൂത്ത മോളും അതെ, ഈ ഒരു മിമിക്രി പാതയിൽ തന്നെയാണ് ഉള്ളത്. അവളും കഴിഞ്ഞ 2 വർഷം മുമ്പ് സ്റ്റേറ്റ് വിന്നറായിരുന്നു. ഇപ്പം ചെറിയ മോളും ആ ഒരു പാതയിൽ തന്നെ. വളരെയധികം സന്തോഷം. പിതാവ് ഒരു അധ്യാപകൻ കൂടിയാണ്. വർഷങ്ങളായിട്ട് കലോത്സവ നഗരിയിലെ നിറ സാന്നിധ്യം കൂടിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. പേര് ബറോസ്. ഞാൻ കാവന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗം മലയാളം അധ്യാപകനാണ്. ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയം തൊട്ടേ മിമിക്രി കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്, അധ്യാപനവും മുന്നോട്ട് പോകുന്നുണ്ട്. ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ മുൾമുനയിലാണ്. നമ്മൾ പരസ്പരം അറിയുമ്പോഴും തിരിച്ചറിയുമ്പോഴും ആ യുദ്ധങ്ങളില്ലാതാവും. പൂർണ്ണമായൊരു കലയിൽ അല്ലെങ്കിൽ മിമിക്രീനോട് അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു കുടുംബം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയമില്ലാതെ പറയാം. അപ്പോൾ ഇനി അടുത്ത വർഷം ഹയർ സെക്കൻഡറിയിലേക്കാണ്. ഹൈസ്കൂളിൽ വന്നിട്ടുള്ള 3 തവണയും സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പറ്റി, A ഗ്രേഡ് കരസ്ഥമാക്കാൻ പറ്റി. ജനയുഗത്തിൻ്റെ പ്രേക്ഷകരുടെ പേരിലുള്ള ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പോൾ ഇനി ഹയർ സെക്കൻഡറിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും.